നമ്മുടെ ആറിൻ്റെ ഒരു പ്രൈം ഐഡിയലാണ് എൻ. അങ്ങനെയാണെങ്കിൽ R/n എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിൽ R എന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് യൂണിറ്റി അത് തന്നിട്ടുണ്ട്. എന്താ പ്രൈം ഐഡിയൽ എന്നറിയോ? പ്രൈം ഐഡിയൽ എന്ന് പറയുമ്പോൾ രണ്ട് എലമെൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ എലമെൻറ്റ് എന്നിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ എലമെൻറ്റ് എന്നെ ഉണ്ടാവും. അത് പ്രൈം ഐഡിയൽ എന്ന് പറയുന്നത്. ഇനി ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് നോൺ സീറോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ കിട്ടരുത്. അപ്പോൾ നോൺ സീറോ ഡിവൈസസ് ഇല്ലയെന്ന് അതിന് പറയാം. ഇപ്പോൾ ഇത് നോക്കിയേ, ഇപ്പോൾ Z6 രണ്ട് നോൺ സീറോ എലമെൻറ്റാണ് 2ഉം 3ഉം. പക്ഷേ 2നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് 6 കിട്ടും. 6 എന്ന് പറയുന്നത് Z6 0 ആണല്ലോ. അപ്പോൾ നോൺ സീറോ ഡിവൈസസ് ഉണ്ടാവരുത്. അപ്പോൾ Z6 ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ടേംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻ്റഗ്രൽ ഡൊമെയിൻ. നോൺ സീറോ ഡിവൈസസ് തരാത്ത ആൾക്കാരാണ് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് പ്രൈം ഐഡിയൽ ആണെങ്കിൽ R/n ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കാം. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പ്രൈം ഐഡിയൽ n. അങ്ങനെ ഒരു പ്രൈം ഐഡിയലാണ് n എന്ന് പറയുന്നത്. അങ്ങനെ R/n ഇൻ്റഗ്രൽ ഡൊമെയിനാണ് കാണിക്കണം. അതിന് നമുക്ക് രണ്ട് കാര്യം കാണിക്കുന്നതാ, ഇതും. R/n കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്ന് ആദ്യം കാണിക്കാൻ. R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി അല്ലേ? അപ്പോൾ R/n എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. ഇനി നമുക്ക് ഈ ടേം കാണിക്കണം. ഇതെന്താ സംഭവം എന്നറിയാം? ഇത് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ കണ്ടീഷൻ എന്താ? രണ്ട് നോൺ സീറോ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സീറോ കിട്ടരുത്. ഇനി സീറോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ A 0 ആയിരിക്കണം, അല്ലെങ്കിൽ B 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ R/n ഫോമിലേക്ക് എഴുതുമ്പോൾ ഇവിടെ എല്ലാം ഒരു പ്ലസ് തന്നെ കൊടുക്കുക. എക്ക് A+n, ബിക്ക് B+n, 0ക്ക് 0+n ഉണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എക്കാണെങ്കിൽ A+n = 0+n ഓർ B+n = 0+n. 0+n എന്ന് പറയുന്നത് n. അതാ, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മുടെ പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ A × B belongs to n ആണെങ്കിൽ ഒന്ന് A belongs to n ആയിരിക്കണം, അല്ലെങ്കിൽ B belongs to n ആയിരിക്കണം. ഇതിനൊക്കെ ഒരു പ്ലസ് n ഇട്ട് കൊടുത്ത് നോക്കിയേ. നമ്മളെന്താ പറയുക? A belongs to n ആണെങ്കിൽ ഒന്നെങ്കിൽ A belongs to n ആയിരിക്കണം, അല്ലെങ്കിൽ B belongs to n ആയിരിക്കണം. ഇതിനൊക്കെ പ്ലസ് n ഇട്ട് കൊടുത്താൽ A+n × B+n belongs to n+n എന്ന് പറഞ്ഞാൽ n ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ A+n belongs to n ആയിരിക്കണം, അല്ലെങ്കിൽ B+n belongs to n ആയിരിക്കണം. നോക്കിയേ, അതല്ലേ നമുക്ക് കിട്ടിയത്. ഇതാ A+n + B+n belongs to n ആണെന്നുണ്ടെങ്കിൽ A+n + B+n belongs to n ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ A+n belongs to n ആയിരിക്കണം, അല്ലെങ്കിൽ B+n belongs to n ആയിരിക്കണം. കണ്ടോ, നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് R/n ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ n പ്രൈം ഐഡിയലാണെന്ന് കാണിക്കണം. R/n ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ n പ്രൈം ഐഡിയലാണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ R/n ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. ഇനി n പ്രൈം ഐഡിയലാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? n പ്രൈം ഐഡിയലാണെന്ന് കാണിക്കാൻ AB belongs to n ആണെങ്കിൽ ഒന്നെങ്കിൽ A belongs to n ആണ്, അല്ലെങ്കിൽ B belongs to n ആണെന്ന് കാണിക്കണം. എല്ലാത്തിനും ഒരു പ്ലസ് n ഇട്ട് കൊടുത്ത് നോക്കിയേ. അപ്പോൾ എന്താ ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്താ? സിമ്പിളല്ലേ? ഈ സാധനം തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇതും എന്തായി? ട്രിവിയലി ട്രൂ ആയി. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രൈം ഐഡിയലായിരിക്കും.